ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2017 ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പം എനിക്കതിൻ്റെ ഓർമ്മ വന്നതും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ്. ബ്ലോഗ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ സാധാരണ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ തൊലിയുള്ള ചിക്കനാണ് എടുക്കേണ്ടത്. ഇതിലോട്ട് നമ്മൾ തൊലിയുള്ള ചിക്കൻ തന്നെയാണ് എടുക്കേണ്ടത്. ചെറിയ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു റെസിപ്പി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പം ഏറ്റവും ചെറിയ ചിക്കനാണ് വേണ്ടത്, എന്നാലേ അകത്തേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 900 ഗ്രാമിൻ്റെ ഫ്രോസൺ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അകത്തേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുക. വെള്ളം ഒട്ടും പാടില്ല നമ്മുടെ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മാരിനേഷനിലോട്ട് പോവാം. ചിക്കൻ ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് ഈ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടാണ്. ഒരു ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ, ഓപ്ഷണൽ ആട്ടോ ചിക്കൻ സ്റ്റോക്ക്. നിങ്ങൾക്ക് വെറും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ഫ്ലേവർഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടില്ല കേട്ടോ. മുമ്പത്തെ റെസിപ്പിയിൽ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് ഓൾറെഡി സ്റ്റോക്കിലുണ്ടാവും, അപ്പോൾ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാഗി സ്റ്റോക്ക് ചേർക്കുന്ന സമയത്ത് അത് പൊടിച്ചിടുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ നന്നായിട്ട് കട്ട പിടിക്കാണ്ട് മിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു വലിയ മുട്ട ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ചേർത്താലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം മുട്ട സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ നമ്മളിതുപോലെ മാരിനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഉടൻ തന്നെ ഫ്രൈ ആക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു റെസിപ്പി ഭയങ്കര സിമ്പിളാണെന്നാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്ക് സ്നാക്കായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു മെയിൻ കോഴ്സായിട്ടും കഴിക്കാം. പക്ഷേ സ്നാക്കായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലോർ മിക്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു ഫ്ലോറിൻ്റെ മിക്സിലോട്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. പിന്നെ ആദ്യത്തെ നമ്മൾ മാരിനേഷനിൽ നമ്മൾ മാഗി സ്റ്റോക്കാണ് ചേർത്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് അതിൽ ചേർക്കണ്ട കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ ഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ ഫ്ലോറിൻ്റെ മിക്സിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഫ്ലോറിൻ്റെ മിക്സിൽ ഞാൻ വേറെ എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സോസിൻ്റെ മിക്സിൽ നമ്മൾ ഇത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സോസിൻ്റെ മിക്സിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കനിന് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. 2 വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പം എപ്പോഴും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ അതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇനി വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കുഴപ്പമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. മുമ്പത്തെ റെസിപ്പീസിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ചിക്കന് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് ഡബിൾ ഫ്രൈയിങ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രൈ ആക്കിയ ചിക്കന് വീണ്ടും നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി വീണ്ടും ഒന്നുകൂടെ എടുക്കുന്നുണ്ട്. ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കന് ഫ്രൈ ആവുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതിലോട്ട് കൊറിയൻ റെഡ് ചില്ലി സോസ് വേണം. അപ്പം നമുക്കതിപ്പം നാട്ടിൽ അവൈലബിൾ ആവില്ല, UAE-ലുള്ളവർക്കൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ മുമ്പ് ചെയ്ത സമയത്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ നോർമൽ റെഡ് ചില്ലി വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഉണക്കമുളക്, വലിയ ജീരകം, വെളുത്തുള്ളി, വിനാഗിരി, ചൂടുവെള്ളം എല്ലാം കൂടി കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതും അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ സോസ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളറ് മാറാണ്ട് നോക്കട്ടെ. അത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇത്രയും ക്രിസ്പി ആവണ്ട, കളറ് മാറണ്ട.
അപ്പോൾ നമ്മുടെ സോസിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നല്ല പാകത്തിനാണോ എന്നൊക്കെ നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവ്, പുളി, മധുരം ഇതെല്ലാം നല്ല കറക്റ്റ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. നല്ല ചൂടുള്ള എണ്ണയിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഒന്നുകൊണ്ട് ചൂടാറിയ ശേഷം വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നല്ലോണം ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡബിൾ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഇതാ വീണ്ടും കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രം എണ്ണ ബാക്കി വെച്ചിട്ടുള്ളൂ പാനിൽ. അതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സോസ് നല്ലോണം തിക്കായിരിക്കണം കേട്ടോ. അപ്പോൾ സോസ് നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഒരുപാട് നേരമൊന്നും ഇതിൽ കുക്ക് ചെയ്യണ്ട. എന്നാലും ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് ഈ സോസ് കോട്ട് ചെയ്യുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റിയാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ആ സോസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻക്ക് വരുന്നത്. ആ ഒരു ഉപ്പ്, പുളി, എരിവ് എല്ലാം കൂടി ഇങ്ങോട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള വേറൊരു ടേസ്റ്റ്, നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും. ആ ഒരു ഡബിൾ ഫ്രൈ ചെയ്തതിൻ്റെ ക്രഞ്ചിനെസ് എല്ലാം കൂടി ആയിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോസിലോട്ട് നമുക്ക് കോൺ സിറപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, 1-2 ടേബിൾ സ്പൂൺ. ആ സോസ് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോൺ സിറപ്പ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കയ്യിലില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഞാൻ UAE-ലായ സമയത്ത് ആ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത്, ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് കോൺ സിറപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വ്യത്യസ്ത ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ റോസു കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ കേട്ടോ. ആ ഒരു ക്രിസ്പിനെസ് അതിൽ നിന്ന് പോയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും അകത്തുള്ള ചിക്കൻ. കാരണം നമ്മൾ ടെൻഡർ ചിക്കനാണ്, ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ ചിക്കൻ എടുക്കരുത് കേട്ടോ ഈ റെസിപ്പിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്